ഇതാണ് നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ വെജ് പച്ചക്കറി തോട്ടം, വെജ് ഗാർഡൻ. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണ്. ഇതൊരു വലിയ മാവാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു. ഇത് വന്നിട്ട് മല്ലിയില തോട്ടം കണ്ടോ, ഈ ഒരു സ്ക്വയറിൽ നല്ല മല്ലിയില കണ്ടോ, ഫ്രഷ് മല്ലിയില. പിന്നെ അടുത്ത ഒരു ഇതിൽ വരുമ്പം നമ്മുടെ പാലക് ചീര നിൽക്കുന്നുണ്ടോ അടുത്ത്. ഇത് വന്നിട്ട് സാധാരണ ബ്രിഞ്ചോൾ കത്തിരിക്ക. ഇത് വന്നിട്ട് ബിഗ് ബ്രിഞ്ചോൾ, വലിയ കത്തിരിക്ക. ഇതിൻ്റെ അടിയിലുണ്ട് കത്തിരിക്ക, കുറേ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഞാൻ, കാണാൻ പറ്റുന്നില്ല. എന്താ, ഇതാണ് ബ്രിഞ്ചോളിൻ്റെ ഈ വലിയ കത്തിരിക്കയാണ്, വലിയൊരു ആപ്പിളിൻ്റെ അത്രയൊക്കെ, അതിനേക്കാളും വലുതാണ്. അതവിടെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തോന്നറിയ ഡമ്മി. ഈ മയിലിൻ്റെ വലിയൊരു ശല്യമുണ്ട്. മയിൽ വന്നിട്ട് ഇതെല്ലാത്തിൻ്റെ ഇലയൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് 2 ഡമ്മിയെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്താ നല്ല രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു പാച്ചാണത്, നന്നായിട്ട് അവർ നട്ടിട്ടുണ്ട് ക്യാരറ്റ്. ഇത് വേറൊരു ഇനം പാലക്ക്. ഈ പാലക്ക് വലിയ ലീഫാണ് കണ്ടോ, വലിയ ബിട ലീഫ്. ഇത് ലെറ്റ്യൂസ് എന്ന് പറയുന്ന ഒരു ലെറ്റ്യൂസാണ്. നല്ല രസമാണ്. ഇത് നമ്മൾ സാലഡ് ഉണ്ടാക്കും. സാലഡ് എല്ലാം വേറെ ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ എല്ലാം ക്യാരറ്റാണ്. ഇത് എന്ന് വെച്ചാൽ റാഡിഷിൻ്റെ ഒരു തൈയാണ്. വൈറ്റ് റാഡിഷ്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് അടുത്തത് നമ്മുടെ ഗ്രീൻ പീസില്ലേ, ഗ്രീൻ പീസിൻ്റെ ഒരു തോട്ടമാണത്. ഇത് വന്ന് നമ്മുടെ കടുക് തോട്ടം, കടുകിൻ്റെ പ്ലാന്റ്സാണ്. ഇതിൻ്റെ ലീഫും നമ്മൾ കറി വയ്ക്കാൻ എടുക്കും. ഇതാണ് മേത്തി ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവച്ചീര, അതിൻ്റെ ഒരു തോട്ടമാണ് ഈ കാണുന്നത്. ഉലുവച്ചീര കണ്ടോ, ഉലുവച്ചീരയുടെ തോട്ടം. അത് ഒത്തിരി ഉണ്ടാവും. കുറച്ചുകൂടെ കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കും. അടുത്തതാണ് സംഭവം ക്യാരറ്റ്. ക്യാരറ്റല്ല, നമ്മുടെ ക്യാബേജ് കണ്ടോ, ചെറിയ ഇതായിട്ട് വരുന്നുണ്ടോ, ക്യാബേജ് തോട്ടം വേണ്ട. ക്യാബേജ് വരുന്നുണ്ടോ, ഇങ്ങനെ വരും ക്യാബേജ്, കുറച്ച് വലുതായി. എൻ്റെ ഇടയ്ക്കൊക്കെ അവർ ബീറ്റ്റൂട്ടും കൃഷി ചെയ്തിട്ടുണ്ട് ഉണ്ടോ. ഇതാണ് ബീറ്റ്റൂട്ടിൻ്റെ പ്ലാന്റ്സ് എന്നത്. ഇത് ഓണിയൻ, നമ്മുടെ സവാളയുടെ തോട്ടമാണത്. സവാള നിറയെ ഉണ്ടാവും. സവാളയൊക്കെ ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ സീസണാണ്. ഇനി അടുത്ത് വെച്ച് തക്കാളി ശരിക്കും നട്ടിട്ടുണ്ട് അവർ. നന്നായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നിപ്പോൾ. പിന്നെ വീണ്ടും മല്ലിയില, ആ മല്ലിയിലയുടെ തോട്ടം കഴിയുമ്പോൾ വീണ്ടും മല്ലിയില. പിന്നെ ഉള്ളത് അവർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ തോട്ടം. പിന്നെ ലെറ്റ്യൂസിൻ്റെ വേറൊരു ഇനം ഇതാണ് കണ്ടോ, ലെറ്റ്യൂസിൻ്റെ വേറൊരു ഇനം അവരിപ്പം ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് കിട്ടും. പിന്നെ ഒരു വൈറ്റ് കത്തിരി, സുന്ദരി മാലാഖ കത്തിരി എന്നാണ് നമ്മൾ കേരളത്തിൽ ഇതിനെ പറയുന്നത്. ഇഷ്ടം പോലെ കായ്ക്കും മാലാഖ കത്തിരി. 1 കിലോ കണക്കിന് ഞാൻ എടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ വീണ്ടും മറ്റേ ഗ്രീൻ പീസിൻ്റെ ആണെന്ന് തോന്നുന്നത്. ഇത് വന്നിട്ട് വീണ്ടും കടുക് തോട്ടം. പിന്നെ ഒരു മുളക് നട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ. ഈ സീസണിൽ വെജിറ്റബിൾ ഗാർഡനാണ് കണ്ടോ, എന്താ ഭംഗിയല്ലേ. എന്നും ഫ്രഷായിട്ടുള്ള മല്ലിയിലയും പാലക് ചീരയും ഒക്കെ ഇഷ്ടമാതിരി കിട്ടും. താങ്ക് യു യൂണിവേഴ്സ്, ആൻഡ് താങ്ക് യു ഗോഡ് ഫോർ ദ വെജ് ഗാർഡൻ.